ഇന്ന് നമ്മുടെ കരിങ്കോഴികളുടെ ഡീവോമിംഗ് ഡേ ആണ്. അപ്പോൾ നമ്മൾ വിരയിളക്കലിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് വിരയിളക്കാൻ വേണ്ടി മേടിച്ചിരിക്കുന്ന മരുന്നെന്ന് പറഞ്ഞാൽ ആൽബൻഡിസോൾ എന്ന് പറയുന്ന മരുന്നാണ്. അതിൻ്റെ 10 ml പാക്കാണ്. നമ്മൾ സാധാരണ കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ തന്നെയാണ്. അതിൻ്റെ ഒരു 5 ml 200 milligram ഉണ്ട്. നമ്മുടെ കേസിൽ നമ്മുടെ കോഴിയുടെ വെയിറ്റ് വെച്ചിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്തായാലും നമ്മുടെ വാട്ടർ ഫീഡറിൽ കൂടെയാണ് നമ്മളിത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വാട്ടർ ഫീഡർ ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വാട്ടർ ഫീഡർ ക്ലീൻ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്ന പാക്കറ്റിൽ 10 ml അകത്ത് മൊത്തം 400 milligram നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മളുടെ കോഴികളുടെ വെയിറ്റ് ഏകദേശം 1 കിലോയാണ്. അപ്പോൾ 1 കിലോ ഉള്ള കോഴികൾക്ക് ശരിക്കും 1 കിലോയ്ക്ക് 10 milligram കൊടുക്കേണ്ടത്. നമ്മുടെ കയ്യിൽ കോഴികളുടെ എണ്ണം എന്ന് പറയുന്നത് 12 എണ്ണമാണ്. 12 എണ്ണം ഇൻറ്റു 1 കിലോ എന്ന് പറയുന്നത് 12 കിലോയാണ്. അപ്പോൾ ഒരു കോഴിക്ക് 10 milligram വെച്ചിട്ട് ടോട്ടൽ നമുക്ക് 120 milligram വേണ്ടി വരിക. ഡിവോം ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട മരുന്നുകളുടെ അളവ് കൃത്യമായിരിക്കണം. വെയിറ്റിനനുസരിച്ചുള്ള മരുന്നുകൾ തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ മരുന്ന് റെസിസ്റ്റൻസ് ഉണ്ടാവാനായിട്ട് കാരണമാവും. അടുത്തായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് മുഴുവൻ ക്ലീൻ ചെയ്യാണ്. അതിൻ്റെ അകത്തുനിന്നുള്ള എല്ലാ വെള്ളവും കളയാണ്. അതിനുശേഷം നമ്മൾ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മരുന്ന് പൊട്ടിച്ചിട്ടുണ്ട്. ഇതാണ് മരുന്ന്. നമ്മുടെ കണക്കൂട്ടിൽ വെച്ചിട്ട് ഏകദേശം നമുക്ക് വേണ്ടി വരുന്നത് ഒരു 3 to 4 ml ആണ് മാക്സിമം. അത് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും ഓവർഡോസ് ആയി പോകാതിരിക്കാനും ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ അത് ഓവർഡോസ് ആയാൽ വീണ്ടും അതിന് സ്ട്രെസ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത വെള്ളം നമ്മൾ വാട്ടർ ഫീഡറിലേക്ക് നിറച്ച് വെക്കുന്നതാണ്. നമ്മുടെ വാട്ടർ ഫീഡർ നിറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഫീഡർ കപ്പും നിറഞ്ഞു തുടങ്ങും. അപ്പോൾ പിന്നെ ഇത് നേരെ വന്ന് കോഴികൾക്ക് കുടിക്കാവുന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലങ്ങളെല്ലാം ക്ലോസ് ചെയ്യണം. നമ്മൾ രാവിലെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫീഡ് എടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആ വെള്ളം കുടിക്കണം എന്നുള്ളത് ഉറപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുഡെല്ലാം അടച്ചു വെച്ചിട്ടുണ്ട്. 2-3 കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ രാവിലെ അവർ നേരെ നമ്മുടെ വെള്ളം കുടിക്കാൻ വരുന്ന രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്യണം. അതായത് നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് ഇന്ന് കൂടെല്ലാം തുറന്നത്. അപ്പോൾ ഒരു 8 മണിയോടെയാണ് കൂട് തുറന്നത്. സാധാരണ 7 മണിക്കാണ് തുറക്കാറുള്ളത്. അപ്പോൾ അത്രയും ദാഹിച്ചിരിക്കുന്ന രീതിയിൽ അത് തന്നെയല്ല, നോർമലി നമ്മൾ തുറക്കുമ്പോൾ തന്നെ അവർ വെള്ളം കുടിക്കാനാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫുഡെല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും വന്ന് കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇവർ നമ്മൾ പറഞ്ഞ കാൽക്കുലേഷനിൽ കുടിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം. അപ്പോൾ അത് കറക്റ്റായിട്ട് കുടിച്ചാൽ നമ്മുടെ ഡിവോമിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ അത് റെസിസ്റ്റൻസ് ഉണ്ടാവുകയും പിന്നെ നമ്മൾ കൊടുക്കുന്ന മരുന്ന് ഏൽക്കാതെ വരികയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ കൃത്യമായിട്ട് തന്നെ കൊടുക്കുക. വെയിറ്റിനനുസരിച്ചുള്ള മരുന്ന് കൊടുക്കുക. ഓവർഡോസ് കൊടുക്കാതിരിക്കുക. അപ്പോൾ എല്ലാവരും കുടിച്ചു എന്നൊക്കെ ഉറപ്പ് വരുത്തുക. വളരെ കുറച്ച് കോഴികളാണുള്ളതെങ്കിൽ നിങ്ങൾ കയ്യിൽ പിടിച്ചിട്ട് വായിലൊഴിച്ച് കൊടുക്കുന്ന രീതിയാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ നമുക്കതിനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ആക്യുറേറ്റായിട്ട് തോന്നുന്നത് അതാണ്. കാരണം ഇതെല്ലാവരും അതുപോലെ കറക്റ്റായിട്ട് കുടിക്കുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ഈ കേസിൽ. മറ്റേതാകുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം. നമ്മൾ വൈകിട്ട് സമയങ്ങളിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്നാണ് എനിക്ക് വായിച്ചപ്പോഴൊക്കെ മനസ്സിലായത്. അപ്പോൾ എന്തായാലും നമുക്ക് മോർണിംഗിലാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഞാൻ നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് പറയാം. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രിക്കോഷൻസ് എടുക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ കോഴികൾ മുട്ടയിടുന്ന കോഴികളെ ഞാൻ രണ്ടെണ്ണത്തിന് ഇത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായത് 2 കോഴികളെ ഇതിൻ്റെ അകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അവർക്കും കൊടുത്തിട്ടായിരിക്കും ഡിവോമിങ് ചെയ്യുമ്പോൾ തന്നെ അവരും ഡിവോം ചെയ്തിട്ടായിരിക്കും ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ അവർ മുട്ടയിടുന്നവരാണ്. അപ്പോൾ മുട്ടയിടുന്ന കോഴികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.